പ്രതികാരത്തിൽ കൊത്തിയെടുത്ത കഥ തീവ്രമായ അനുഭവം പൊങ്കാല റിവ്യൂ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. ശ്രീനാഥ് ബാസിയെ കേന്ദ്ര കഥാപാത്രമാക്കി എ.ബി. ബിനിൽ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത പൊങ്കാല ആക്ഷൻ ട്രെൻഡുകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു തീവ്ര അനുഭവമാണ്. അതിനിടെ ഇറങ്ങിയ ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചോരക്കളിയുടെ നിരവധി മുഹൂർത്തങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പകയുടെയും പ്രതികാരത്തിന്റെയും പുതിയ പതിപ്പാണ് എഴുതി ചേർക്കുന്നത്. അതിരുകടന്ന വയലൻസിന്റെ തീവ്രത പരിഗണിച്ച് സെൻസർ ബോർഡ് ചിത്രത്തിന് എ സർട്ടിഫിക്കറ്റ് ആണ് നൽകിയത്. ശ്രീനാഥ് ബാസിയുടെ കരിയറിലെ ഏറ്റവും ത്രസിപ്പിക്കുന്ന ആക്ഷൻ രംഗങ്ങൾ സമ്പന്നമായ പൊങ്കാല പ്രേക്ഷകരെ ആദ്യാവസാനം ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്നു. ബാല്യത്തിൽ തന്നെ അച്ഛൻ നഷ്ടപ്പെട്ട അബിയുടെ മനസ്സിൽ തിളച്ചുമറിയുന്ന പകയുടെ കഥയാണ് ചിത്രം പറയുന്നത്. ജീവിതത്തിൽ ദുരന്തത്തിന്റെ ആദ്യ ഏടുകൾ വളരെ ചെറുപ്പത്തിൽ തന്നെ എഴുതി ചേർക്കപ്പെട്ട അബിയുടെ അമ്മയെ ചൂഷണം ചെയ്യാൻ വന്നവനെ വകയിരുത്തിയതിനെ തുടർന്ന് തന്റെ കൗമാര ഷെൽട്ടർ ഹോമിൽ തണുപ്പിലാണ് കഴിച്ചുകൂട്ടിയത്. സഖാവ് ചന്ദ്രന്റെ വിവരണം ഫ്ലാഷ് ബാക്കിലൂടെ കടന്നു പോകുമ്പോൾ അബിയുടെ ചോര പുരണ്ട ജീവിതത്തിന്റെ ഭൂതകാലത്തിന്റെ വേദന നിറഞ്ഞ അധ്യായങ്ങൾ പ്രേക്ഷകന് മുന്നിൽ തുറക്കുന്നു. ഷെൽട്ടറിൽ നിന്ന് പുറത്തു വരുമ്പോൾ അബിയുടെ ജീവിതത്തിൽ താങ്ങും തണലുമായി മാറിയത് സാബു ആയിരുന്നു. വൈപ്പിൻ തീരത്തെ ഗ്രാമത്തിൽ മത്സ്യബന്ധനം ഉപജീവനമാക്കിയവരുടെ ജീവിതത്തിലേക്ക് അധികാരികമായി കടന്നുവരുന്ന തകരൻ സാബുവിന്റെ വിശ്വസ്ത വലംകൈയായി അബി മാറി. അബി വകവരുത്തിയ ആളിന്റെ മകൾ ലിൻഡ അവനെ ആത്മാർത്ഥമായി പ്രണയിക്കുന്നത് അബിയുടെ ജീവിതത്തിലെ വഴിത്തിരിവായി. എന്നാൽ തന്റെ ജീവിതത്തിൽ ഇരുട്ട് പകർന്നവനെ കണ്ടെത്താനുള്ള തീവ്രമായ അന്വേഷണം അവന്റെ ഉള്ളിൽ ഒരു കനലായി എരിയുന്നുണ്ടായിരുന്നു. അബി എന്ന കേന്ദ്ര കഥാപാത്രമായി ശ്രീനാഥ് ബാസി തന്റെ കരിയറിലെ ഏറ്റവും തീവ്രമായ ആക്ഷൻ രംഗങ്ങളുള്ള വേഷമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ബാല്യകാലത്തെ മുറിവുകളും വേദനകളും ഉള്ളിലൊതുക്കി മൗനം കൊണ്ട് വികാരങ്ങളെ മറയ്ക്കുന്ന കഥാപാത്രത്തെ ശ്രീനാഥ് ബാസി തന്മയത്വത്തോടെ അവതരിപ്പിച്ചു. ശ്രീനാഥ് ബാസി അവതരിപ്പിച്ച ആക്ഷൻ സീക്വൻസുകൾ സിനിമയുടെ പ്രധാന ആകർഷണമാണ്. തകരൻ സാബു എന്ന കഥാപാത്രത്തെ ബാബുരാജ് ഗംഭീരമാക്കി. കിച്ചു ടെല്ല, സുധീർ കരമന, സാഹിദ് സമ്പത്ത്, റാം അലൻസിയർ, യാമി സേന, മെയ്നു, സിജോ, സുധീർ കുമാരൻ തുടങ്ങിയ അഭിനേതാക്കളും തങ്ങളുടെ കഥാപാത്രങ്ങളും മികവുറ്റതാക്കി. ആരംഭത്തിൽ ഒരു സാധാരണ ആക്ഷൻ ചിത്രം എന്ന പ്രതീതി നൽകി മുന്നോട്ട് പോകുന്ന പൊങ്കാല അധികം വൈകാതെ ആഖ്യാന ശൈലിയിൽ ഒരു തീവ്രമായ ചുവടുമാറ്റം നടത്തുന്നു. മാസ് ആക്ഷൻ എന്ന പതിവ് രീതിയിൽ നിന്ന് മാറി രക്തച്ചൊരിച്ചിലിന്റെ പുതിയൊരു തലത്തിലേക്ക് ചിത്രം കടക്കുന്നുണ്ട്. തിരക്കഥാകൃത്തു കൂടിയായ സംവിധായകൻ എ.ബി. ബിനിൽ കഥ എഴുതി കഥാപാത്ര സൃഷ്ടിയിൽ പുലർത്തിയ ശ്രദ്ധ പ്രശംസനീയമാണ്. ഒരു പ്രതികാര കഥ എന്ന നിലയിൽ പൊങ്കാലയുടെ തിരക്കഥ പരിശോധിക്കുമ്പോൾ അതിന്റെ അടിസ്ഥാനപരമായ കഥാതന്തുവിൽ വലിയ പുതുമയൊന്നും അവകാശപ്പെടാനില്ല. പതിവ് പ്രതികാര സിനിമകളോട് സാമ്യമുള്ള ഘടകങ്ങൾ പലയിടത്തും കാണാം. എങ്കിലും സാങ്കേതിക വിഭാഗം ചിത്രത്തിന് നൽകിയ പിന്തുണ ശ്രദ്ധേയമാണ്. ഫ്ലാഷ് ബാക്ക് രംഗങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടോണിൽ അവതരിപ്പിച്ചത് ശ്രദ്ധേയമായ ഒരു ശൂന്യ അനുഭവമാണ്. ഏറെ സംഘർഷഭരിതമായ മുഹൂർത്തങ്ങൾക്കിടയിലും പ്രണയം, സൗഹൃദം, വൈകാരിക ബന്ധങ്ങൾ, ചതിയുടെ ഇരുണ്ട നിമിഷങ്ങൾ തുടങ്ങിയ മനുഷ്യബന്ധങ്ങളുടെ വിവിധ ഘടകങ്ങളെ സിനിമ ഭംഗിയായി സമന്വയിപ്പിക്കുന്നുണ്ട്. രഞ്ജിൻ രാജിന്റെ ശക്തമായ സംഗീതം പശ്ചാത്തലത്തിൽ ചിത്രത്തിന്റെ ജീവതാളമാണ്. പശ്ചാത്തല സംഗീതത്തിന്റെ ഊർജ്ജം ആക്ഷൻ രംഗങ്ങളെയും വൈകാരിക മുഹൂർത്തങ്ങളെയും ഒരുപോലെ ആഴത്തിലാർക്കുന്നു. ഓരോ സംഘർഷ രംഗങ്ങൾക്കും അത് നൽകുന്ന തീവ്രതയും ഭീകരതയും എടുത്തു പറയേണ്ട ഒന്നാണ്. ജാക്സൺ ജോൺസൺ ഒരുക്കിയ ഛായാഗ്രഹണം വൈപ്പിൻ തീരദേശത്തിന്റെ കഥാ പശ്ചാത്തലത്തിലാണ് തികച്ചും അനുയോജ്യമായ യാഥാർത്ഥ്യബോധമുള്ള ശൂന്യ അനുഭവം സമ്മാനിക്കുന്നു. ആക്ഷനും വയലൻസിനും ഏറെ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ചിത്ര സംയോജനമാണ് ചിത്രത്തിന്റെ മറ്റൊരു ഹൈലൈറ്റ്. പ്രേക്ഷകരെ ഒട്ടും ബോറടിപ്പിക്കാതെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്താൻ ഈ കൃത്യമായ താളക്രമം സഹായിക്കുന്നു. പ്രശസ്ത സ്റ്റണ്ട് മാസ്റ്റേഴ്സ് ആയ മാഫിയ ശശി, രാജശേഖർ, പ്രഭു ജാക്കി എന്നിവരാണ് സ്റ്റണ്ട് കൊറിയോഗ്രാഫി ചെയ്തത് എന്നതും ശ്രദ്ധേയമാണ്. പ്രതികാരത്തിൽ കുത്തിയെടുത്ത് തീവ്രമായ ഒരു അനുഭവമാണ് പൊങ്കാല. പതിവ് ആക്ഷൻ ചിത്രങ്ങളുടെ ചട്ടക്കൂടുകൾ ഭേദിച്ച് പകയുടെയും തീവ്രമുഖത്തേക്ക് ക്യാമറ തിരിക്കുന്ന ഈ ചിത്രം ശ്രീനാഥ് ബാസിയുടെ മികച്ച പ്രകടനവും സാങ്കേതിക മികവും കൊണ്ട് വേറിട്ട് നിൽക്കുന്നു. ചിത്രത്തിലെ തീവ്രമായ വയലൻസ് ചില പ്രേക്ഷകർക്ക് അലോസരം ഉണ്ടാക്കിയേക്കാം. എങ്കിലും ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽ ഇഷ്ടപ്പെടുന്നവർക്ക് ആകാംക്ഷ നിറഞ്ഞതും ഉണർവേകുന്നതുമായ സിനിമാനുഭവം തിയേറ്ററിൽ ഉറപ്പായി നൽകാൻ പൊങ്കാലയ്ക്ക് സാധിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക.